ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാലി ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. എടാ മക്കളെ, വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഫുൾ ഓഫ് ആഘോഷത്തിലായിരിക്കും എനിക്കറിയാം. അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവരുടെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും അത് അതിന്റെ പരിപാടിക്ക് എങ്ങനെ നടക്കട്ടെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ്. എന്തായാലും വെക്കേഷൻ ആണല്ലോ അല്ലെ, വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനൊന്നും വയ്യ മിസ്സേ എന്തിനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഞാൻ പേടിക്കണ്ട, പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വെക്കേഷന് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സിമ്പിൾ സാധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പഠിപ്പിക്കാനും അല്ല ജസ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ എന്റെ പേര് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്റെ പേരെന്ന് പറയാം. മിസ്സിന്റെ പേര് ശ്രീഭാവ എന്നാണ്. എന്റെ മക്കൾക്ക് SB മിസ് എന്ന് വിളിക്കാം കേട്ടോ. റെഡി? അപ്പോ ഇന്ന് മിസ് പറയാൻ പോകുന്ന പരിപാടി എന്താണെന്നറിയോ? എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് വെക്കേഷന് പഠിക്കാം. എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. വെക്കേഷൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മിസ്സേ, എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പലർക്കും ഒരു ഐഡിയ ഇല്ല. കുറേ ദിവസമുണ്ട്, 2 മാസം സമയമുണ്ട്, പക്ഷെ എന്താ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല അല്ലെ. അപ്പൊ വെക്കേഷൻ നമുക്ക് പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം മാത്രമല്ല, മറിച്ച് എന്ത് കാര്യത്തിലാവാം. പുതിയ കാര്യം, ഒരു പുതിയ സാധനം കാണാന്ന് പറയുമ്പോൾ തന്നെ അതിനെപ്പറ്റി പഠിക്കാൻ പറയുമ്പോൾ അതൊരു സ്റ്റഡിയാണ് അല്ലേ. അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് എങ്ങനെ കുറച്ച് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയിലോട്ട് നോക്കാം എന്നാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം മിസ്സിന് പറയാനുണ്ട്. എന്റെ മക്കൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റിയിട്ട്. നമ്മുടെ 5ാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാച്ചാണ് പൃഥ്വി ബാച്ച്. അപ്പൊ ഈ വർഷത്തില് എന്റെ മക്കൾക്ക് ഒരുപാട് പുതിയ ഫീച്ചേഴ്സുമായിട്ടാണ് പൃഥ്വി ബാച്ച് വന്നിട്ടുള്ളത്. അതിൽ ഡെയിലി ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. എന്റെ മക്കൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. പിന്നെ സ്ലൈഡ്സും നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കാണുന്നില്ലടാ, PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ചാപ്റ്റർ വൈസ് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ വാരി വലിച്ച് പഠിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഠിച്ച സാധനത്തില് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക, അതിനെങ്ങനെയാണ് അതിന്റെ മോഡൽ വരാന്ന് അറിഞ്ഞിട്ട് അത് വെച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്താലേ എക്സാമിന് സ്പീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസുകളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പൃഥ്വി ബാച്ചില് നിങ്ങളുടെ ഫാക്കൽറ്റീസ് എല്ലാവരും വരും. അതുപോലെ പുതിയൊരു ഫീച്ചറാണ് ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി. ആപ്പിനകത്ത് തന്നെ, നിങ്ങളുടെ പൃഥ്വി ബാച്ചിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും നോട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിനെല്ലാം വരുന്നത് 2499 എന്ന് പറയുന്ന വളരെ കുഞ്ഞു പ്രൈസ് മാത്രമാണ്. ഒരു വർഷത്തിനാണ്, ഒരു ദിവസത്തിനോ ഒരു മാസത്തിനോ അല്ല, ഒരു വർഷത്തിന്. ഓക്കെ, അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോഴേ നമ്മളെല്ലാവരും പഠിക്കാൻ അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇരിക്കുന്ന സമയത്ത് സ്ട്രെസ് ആണല്ലേ, അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഫുൾ ഓഫ് സ്ട്രെസ്സിലായിരിക്കും നമ്മൾ ഇരിക്കുക. പ്രത്യേകിച്ച് പഠിക്കാൻ പറയുമ്പോൾ എക്സാം സമയമൊക്കെ ആണെങ്കിൽ എന്നെ പറയണ്ട അല്ലെ, ബുക്ക് തുറന്നാൽ ഉറക്കം വരും. ഇതാണല്ലോ ഇവിടെയൊക്കെ അവസ്ഥ. അപ്പൊ ഇത്രയും സ്ട്രെസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ മിസ് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സാധനം എന്തായിരിക്കണം എന്നറിയോ? ഫേവറേറ്റ് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ബുക്കോ ആയിരിക്കണം നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊന്നും സെറ്റ് ആവുന്നില്ല, എന്റെ വീട് പറ്റുന്നില്ല, അയ്യോ അമ്മ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സിനിമ എടുത്ത് കണ്ടോക്കുക. നിങ്ങൾ ഒരിക്കലും ആ സിനിമ പിന്നെ മറക്കില്ല അല്ലേ. അതേപോലെയാണ് ഇവിടെ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ ബുക്സുകൾ, അതിൽ ഇഷ്ടപ്പെട്ട ബുക്സുകൾ ഉണ്ടായിരിക്കില്ലടാ, അതോ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ വായിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങളൊരു ബുക്ക് വായിച്ചു. അതിന് പിറ്റേടെ ആകുമ്പോഴേക്കും പകുതി മറന്നുപോയി കാണുമല്ലോ. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റും മറന്നുപോയി കാണും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു കഥയാണ് വായിച്ചതെന്നുണ്ടെങ്കിൽ ആ കഥ ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെയായിരുന്നു, ആരൊക്കെയായിരുന്നു അതിലെ ക്യാരക്ടേഴ്സ്, എങ്ങനെയാണ് അവരുടെ ഇൻസിഡന്റ് ഉണ്ടായത് എന്നുള്ളത് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ആ പഠിച്ച സാധനം ഇക്വേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് റിവൈൻഡ് ചെയ്യുക കേട്ടോ. പഠിച്ചത് വീണ്ടും റിവൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് ഓർമ്മിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കാം. ഫുൾ ടൈം ഇരുന്ന് വായിക്കണമെന്നോ ഫുൾ ടൈം ഇരുന്ന് ബുക്ക് റീഡ് ചെയ്യണമെന്നൊന്നും മിസ് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ കളിക്കാം, ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യാം, ഉറങ്ങാം. സ്ലീപ്പിംഗ് ഇസ് വെരി വെരി നൈസ് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് ടൈം ഒക്കെ കൊടുത്ത് ഒന്ന് സമാധാനപരമായിട്ടിരിക്കാം. ഓക്കെ അല്ലേ. അതും കഴിഞ്ഞിട്ട് അടുത്തത് കുറച്ച് സമയം, അതൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി പരിപാടിയാണ്
ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കാം. എല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ, രാവിലെ പഠിച്ചാൽ പിന്നെ വൈകുന്നേരമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈവനിങ് ടൈം ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റിയ സമയമാണ്. ഒരു ഈവനിങ് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ചെയ്തോ അത് ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിപ്സുകൾ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ ടഫായിട്ടുള്ള സബ്ജക്റ്റിനെ നമുക്ക് കുറച്ച് ഈസി ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ അതിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പലരുടെയും പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാ സമയത്തും എൻ്റെ മക്കൾ തന്നെ എന്നോട് പറയലാണ്, മിസ്സേ പഠിച്ചെല്ലാം മറന്ന്, മിസ്സേക്ക് ഓർമ്മയില്ല മിസ്സേ, ഞാൻ എല്ലാം പഠിച്ചായിരുന്നു എന്ന് പറയുന്ന ആളുകളല്ലേ നിങ്ങൾ. അപ്പോൾ ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പല ടിപ്പുകൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ മ്യൂസിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മ്യൂസിക് പോലെ പാട്ട് രൂപത്തിൽ പഠിക്കാൻ പറ്റും അല്ലേ. മിസ് പല പല സാധനങ്ങൾ നിങ്ങൾക്ക് പാട്ട് പോലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇനിയും ഈ വർഷം പഠിപ്പിച്ചു തരും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബുദ്ധിമുട്ടുള്ള സാധനം പഠിക്കാം. പിന്നെ എല്ലാവരും ചെയ്യുന്ന മിസ് ചെയ്യുന്ന പരിപാടിയാണ്, മറന്നു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ചുമലിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പം എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങൾ ഒരു ചാർട്ട് പോലെ കുഞ്ഞായിട്ടുള്ള ഷോർട്ട് നോട്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. അപ്പം രാവിലെ നേരത്തെ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ചുമരിക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണെന്ന് ഓർക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഞാനിന്നൊരു ബുക്ക് വായിച്ചടാ, ഒരു ബുക്ക് വായിച്ചടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവരെടുത്ത് കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ബുക്കിൽ ഇത് പഠിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിച്ചു, ഉമ്മക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയാലോ, ഒന്ന് പറഞ്ഞു നോക്കിയാലോ ചോദിച്ചാൽ പറഞ്ഞോ പഠിക്കുക. അതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മറന്നുപോയി തോന്നിയ സാധനങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചെയ്യേണ്ട പരിപാടി എക്സ്ട്രാ റീഡിംഗ് ആണ്. ഇഷ്ടമുള്ളത് വായിക്കാം, ഇഷ്ടമുള്ള ബുക്ക് വായിക്കുക, ഇഷ്ടമുള്ള ലാംഗ്വേജ് വായിക്കുക, ഏത് വായിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് എക്സ്ട്രാ റീഡ് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരാളുകളാവരുത്. നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ബാക്കി പുറമേയുള്ള മറ്റ് നോവലുകളും പോയിംസും സ്റ്റോറീസും കുട്ടി സ്റ്റോറീസും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ ക്ലാസിക്കൽ ബുക്സ് ഉണ്ടായിരിക്കും. അതൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എക്സ്ട്രാ റീഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ എൻ്റെ മക്കളുടെ എല്ലാവരെയും വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാവരും എന്ത് ചെയ്യുക, അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ടുള്ള ബുക്സും കാര്യങ്ങളും വായിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ഇന്ന് മിസ് പറയുന്നുള്ളൂ. ബാക്കി പോകെ നമുക്ക് വഴി എല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഓക്കെ, ബൈ ഡിയേഴ്സ്. എല്ലാവരും അടിപൊളിയായിട്ടാ നിങ്ങളുടെ വെക്കേഷൻ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.